ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ UPSC പ്രിലിംസ് ബോട്ട് ക്യാമ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ലോജിക് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് പ്രിലിമിനറി എക്സാമിലേക്ക് വരുമ്പം മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ലാത്ത ഒരു നേച്ചറിലുള്ളതായിരിക്കും. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ച ഇൻഫർമേഷൻസിൽ നിന്ന് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള എലിമിനേഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എലിമിനേഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ബിക്കോസ് എലിമിനേഷൻ ടെക്നിക്സ് നമുക്കിപ്പോൾ അങ്ങനെ വർക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് UPSC പ്രിലിംസിലേക്ക് വരുമ്പോൾ. നമുക്ക് ടൈം കളയാതെ തന്നെ കുറച്ച് PYQs ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുത്തിട്ടുള്ളത്. അതെങ്ങനെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കാം. എവൻ ഇഫ് യു ഡോണ്ട് നോ ദ കോണ്ടന്റ് അറിയില്ലെങ്കിലും നമ്മൾ പഠിച്ച ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. 2024 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത്? കൺസിഡർ ദ ഫോളോയിങ്. കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. ദെൻ ചോദിച്ചേക്കുവാണ്, ഹൗ മെനി ഓഫ് ദ എബവ് ആർ പ്രൊഡക്ട്സ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ്. താഴെ തന്നിരിക്കുന്നവയിൽ വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കിയേ, പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്. പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബിയസ്ലി അറിയാം, ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുമ്പോൾ തീ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ അതിൽ നിന്ന് ഡെബ്രിസ് വരും എന്നൊക്കെ നമുക്കറിയാം. അതാണ് ഇവിടെ പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് എന്ന ടേമും കൊണ്ട് അർത്ഥാക്കിയിട്ടുള്ളത്. ഇത് ഒബ്വിയസ് ആണ്, തീയും പുകയും അതിൽ നിന്നുള്ള ഡെബ്രിസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത്. ഓപ്ഷൻ 1 എന്താണ്? ഒബിയസ്ലി നമ്മുടെ ആൻസർ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു സാധനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൗ മെനി ഓഫ് ദ എബവ് ആർ പ്രൊഡക്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്ട്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മോർ ദാൻ 1 നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഇവിടെ ഓപ്ഷനിൽ ഓൺലി 1 എന്നുള്ള സംഭവം തന്നിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ ആൻസർ ആവില്ല, കാരണം ഇവിടെ പ്ലൂറൽ ആണ്. പ്രൊഡക്ട്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ടാണ് അവർ ഓപ്ഷൻ എ ഓൺലി 1 തന്നിരിക്കുന്നത് നമുക്കറിയില്ല. എനിവേസ് അത് നമ്മുടെ ആൻസർ ആയിരിക്കില്ല. പിന്നെ എന്താണ്? ആഷ് ആൻഡ് ഡസ്റ്റ്. അത് നമുക്കറിയാലോ, എന്തായാലും ഈ വോൾക്കാനോസ് ഇങ്ങനെ എറപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഷും ഡസ്റ്റും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇതും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നൈട്രജൻ കോമ്പൗണ്ട്സും സൾഫർ കോമ്പൗണ്ട്സും. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല നൈട്രജൻ കോമ്പൗണ്ടും സൾഫർ കോമ്പൗണ്ടും ഒക്കെ ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസിൽ കൂടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ലോകത്തിലെ ഒരു വോൾക്കാനോയിൽ നിന്ന് പോലും ഒരിക്കലും നൈട്രജൻ കോമ്പൗണ്ടോ സൾഫർ കോമ്പൗണ്ടോ വരില്ല ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു വോൾക്കാനോയിൽ വന്നാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോൾക്കാനിക് ഇറപ്ഷന്റെ പ്രൊഡക്റ്റ് ആണ് നൈട്രജൻ കോമ്പൗണ്ട് എന്നും സൾഫർ കോമ്പൗണ്ട് എന്നും പറയാൻ പറ്റും. നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. നൈട്രജൻ കോമ്പൗണ്ടോ സൾഫർ കോമ്പൗണ്ടോ ഒരിക്കലും വരില്ല, നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇതൊരു ബൈ പ്രൊഡക്റ്റും ആണ് വോൾക്കാനിക് ഇറപ്ഷന്റെ. 3ഉം 4ഉം ഓൾസോ നമുക്ക് വോൾക്കാനിക് ഇറപ്ഷന്റെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഓൾ 4 വുഡ് ബി ദ ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം കാണുമ്പോൾ പല കുട്ടികളും പേടിച്ചു പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ഈ പറയുന്ന സാധനത്തെ കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് കേട്ടിട്ടില്ല, സ്റ്റാറ്റിക്കിലും കറണ്ട് അഫയേഴ്സിലും ഒന്നും. എന്താണ് നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു PFAS, പെർഫ്ലൂറോ ആൽക്കൈൽ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് മെനി കൺസ്യൂമർ പ്രൊഡക്ട്സ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ നമുക്ക് ഈ തരുന്ന ഈ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ്, ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് വായിച്ചു നോക്കണം. ഇവിടെ ഇവരെന്താ പറഞ്ഞേക്കുന്നത്? ഈ PFAS എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് അറിയില്ല, എന്താണ് ഈ PFAS എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അവരിവിടെ പറഞ്ഞേക്കുന്നുണ്ട്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് മെനി കൺസ്യൂമർ പ്രൊഡക്ട്സ്. ഒരുപാട് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ PFAS യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം എന്താണ്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത്? PFAS are found to be widespread in drinking water, food and food packaging materials. Okay,
സോ നമുക്ക് ഇവിടെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ, ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇത് ഒരുപാട് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PFAS യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒബിയസ്ലി ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് ആൻഡ് ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽസും ഒക്കെ നമുക്ക് എന്തിൽ ആക്കാൻ പറ്റും, കൺസ്യൂമർ പ്രൊഡക്ട്സിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ ഓപ്ഷൻ 1 എന്താണ്, നമുക്ക് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് എന്താ, PFAS ആർ നോട്ട് ഈസിലി ഡീഗ്രേഡഡ് ഇൻ ദ എൻവയോൺമെന്റ്. ഈ PFAS എൻവയോൺമെന്റിൽ ഡീഗ്രേഡ് ചെയ്യാൻ കുറച്ച് പാടാണ്, ഈസിലി ഡീഗ്രേഡ് ആവുന്നില്ലാത്തൊരു സംഭവമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒബിയസ്ലി അത് അങ്ങനെ ആയിരിക്കും, ഈസിലി ഡീഗ്രേഡഡ് അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈസിലി ഡീഗ്രേഡഡ് ആവുന്ന ഒരു സാധനം ഒരു ത്രെട്ട് ഒന്നും അല്ലാത്തൊരു സാധനം ആണെങ്കിൽ ഒബിയസ്ലി അതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. എന്തോ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തോ കുഴപ്പം നടന്നത് കൊണ്ടാണ് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് അവർ പിക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്, persistent exposure to PFAS can lead to bioaccumulation in animal bodies. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള PFASനോടുള്ള എക്സ്പോഷർ ബയോ അക്യുമുലേഷന് കാരണമാവാം എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ലീഡ് ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു പോസിബിലിറ്റി ആണ് കാണിക്കുന്നത് അല്ലെ, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഒരിക്കലും ഈ ഒരു ബയോ അക്യുമുലേഷനിലേക്ക് നയിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ അതൊരു സാധ്യതയെ കുറിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഓപ്ഷൻ 3യും സ്റ്റേറ്റ്മെന്റ് 3യും നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ D 1, 2 and 3 വുഡ് ബി ദ കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം, വേൾഡ് ടോയ്ലറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു വേൾഡ് ടോയ്ലറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് ആക്ച്വലി ആരും ആ വർഷം എഴുതിയ കുട്ടികൾ ആരും തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇത് സ്റ്റിൽ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏജൻസീസ് ഓഫ് ദ UN, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്റ്റാറ്റിക്കില് യുഎന്നിന്റെയും ഏജൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ ഒന്നും നിങ്ങൾ ഈ ഒരു വേൾഡ് ടോയ്ലറ്റ് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ല അല്ലെ, കേട്ടിട്ടില്ലല്ലോ ഒബിയസ്ലി. അപ്പൊ UN എന്താണ്, നമ്പർ ഓഫ് ഏജൻസീസ് ഒന്നുമില്ല, ലിമിറ്റഡ് ആണ് UN ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും വേൾഡ് ടോയ്ലറ്റ് ഓർഗനൈസേഷൻ എന്തല്ല, ഒരു ഏജൻസി അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏജൻസീസ് ഓഫ് UN എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് 1 ഉള്ളത് എലിമിനേറ്റ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, വേൾഡ് ടോയ്ലറ്റ് സമ്മിറ്റ്, വേൾഡ് ടോയ്ലറ്റ് ഡേ ആൻഡ് വേൾഡ് ടോയ്ലറ്റ് കോളേജ് ആർ ദ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ടു ഇൻസ്പയർ ആക്ഷൻ ടു ടാക്കിൾ ദ ഗ്ലോബൽ സാനിറ്റേഷൻ ക്രൈസിസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, അതായത് ടോയ്ലറ്റ് സമ്മിറ്റ്, അതുപോലെ ടോയ്ലറ്റ് ഡേ, ഇതൊക്കെ ടോയ്ലറ്റ് ഓർഗനൈസേഷൻ ആണല്ലോ നടത്താൻ സാധ്യതയുള്ളത് കമ്പയർ ടു എനി അതർ ഓർഗനൈസേഷൻസ്. സോ ഓപ്ഷൻ 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഇറ്റ് ക്യാൻ ബി ആൻ ആൻസർ അല്ലെ, 2 എന്ന് പറയുന്നത് ഒരു ആൻസർ ആകാം, സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ദ മെയിൻ ഫോക്കസ് ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ഗ്രാൻഡ് ഫണ്ട്സ് ടു ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ടു അച്ചീവ് ദ എൻഡ് ഓഫ് ഓപ്പൺ ഡിഫെക്കേഷൻ. അപ്പൊ ഇതിന്റെ ചിലപ്പം ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു, വൺ ഓഫ് ദ ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഒരു മോഡറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സോ അത് കറക്റ്റ് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ മെയിൻ ഫോക്കസ് ഇതിന്റെ ഫണ്ട് കൊടുക്കുന്നത് ഫണ്ട് കൊടുക്കുന്ന ഒരു മെയിൻ ഫോക്കസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു ഫോക്കസുകളിൽ ഒന്നാകാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മെയിൻ ഫോക്കസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. സോ ഓപ്ഷൻ A ആണ് നമുക്കൊരു മോഡറേറ്റ്ലി നമുക്ക് ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് എന്താ,